ഗൈസ് ആദ്യമേ തന്നെ പറയട്ടെ, നമ്മുടെ എന്താ വീഡിയോ ആരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടോ ആർക്കെതിരെ ഒന്നും തന്നെയല്ല. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ട്രെൻഡിങ് നിൽക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ട്രെൻഡിങ് അടിക്കുന്ന ഒരു സംഭവമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താണെന്ന് നോക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വേണ്ടി പഠിക്കാനായിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം റിപ്പോർട്ട് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പരാമർശിക്കുന്നത്, അതായത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ ഒരുപാട് ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. പക്ഷേ അതിലൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിപ്പോർട്ടിനകത്ത് ആരുടെയും പേര് വിവരങ്ങളോ അല്ലെങ്കിൽ ആരാണ് ചൂഷണം ചെയ്തതോ അങ്ങനെ ഒരു കാര്യങ്ങളും പറയുന്നില്ല. പക്ഷേ ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നിട്ട് ഞങ്ങളെ ഇന്ന ആൾക്കാർ ചൂഷണം ചെയ്തു എന്ന രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് മെയിനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള തെളിവുകളോ കാര്യങ്ങളോ നമുക്ക് മുന്നിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആദ്യമേ ഞാൻ ഒന്നുകൂടി പറയട്ടെ, ആരെയും പേഴ്സണലി ഒന്നും തന്നെ നമ്മൾ ഹറാഷിനെ ഒന്നും തന്നെ ഈ വീഡിയോ ചെയ്യുന്നത്. അതെന്താണെന്ന് പറയാൻ വേണ്ടി നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കാണാനിടയായ ജസ്റ്റ് ഒരു റീൽ ഈ വീഡിയോയിലൂടെ അറ്റാച്ച് ചെയ്തേക്കാം. നിങ്ങൾ ജസ്റ്റ് കണ്ടുകൊണ്ട് നിങ്ങളുടെ കമൻറ്റ് ജസ്റ്റ് നിങ്ങൾ രേഖപ്പെടുത്തുക. നമ്മൾ അത് കണ്ടിട്ട് അടുത്ത വീഡിയോ ചെയ്യണോ വേണോ തീരുമാനിച്ചിട്ട് നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യും. നടിയും മോഡലുമായ രേവതി സമ്പത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ ജീവിതത്തിൽ തന്നെ ഇതുവരെ സെക്ഷലി, മെന്റലി, വെർബലി, ഇമോഷണലി പീഡിപ്പിച്ച 14 പേരുടെ ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിരുന്നു. ഈ ലിസ്റ്റിൽ 5ാമനായി ഉൾപ്പെട്ട കേരള ഫാഷൻ ലീഗ് ഫൗണ്ടർ അഭിൽ ദേവ് ഇപ്പോൾ രേവതി സമ്പത്തിനെതിരെ തുറന്നടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. അഭിൽ ദേവിന്റെ വാക്കുകൾ ഇങ്ങനെ: ഞാൻ കേരളം ഫാഷൻ ലീഗിന്റെ ഫൗണ്ടറാണ്. 2015 രേവതി സമ്പത്ത് എന്നെ ആദ്യമായി വിളിക്കുന്നത്. ചൈനയിൽ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി എന്ന് പറഞ്ഞാണ് വിളിച്ചത്. ഈ കുട്ടിക്ക് ഫാഷൻ മേഖലയിൽ വലിയ താല്പര്യമുണ്ട്, ഷോകളിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. ഒരു MBBS വിദ്യാർത്ഥി എന്ന നിലയിലൊക്കെയാണ് സംസാരിച്ചത്. ഒരു പുതുമുഖം എന്ന നിലയിൽ ഫാഷനിൽ ഒരു അവസരം കൊടുക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. 2016 മാർച്ച് 3 കൊച്ചിയിൽ വെച്ച് നടന്ന ഷോയിൽ അവർക്ക് അവസരം കൊടുത്തു. ഈ ഷോയ്ക്ക് ശേഷം 1-2 തവണ ഈ കുട്ടി എന്നെ വിളിക്കുകയുണ്ടായി. ഒരു 10 മിനിറ്റ് ദൈർഘ്യത്തിൽ കൂടുതൽ ഞങ്ങൾ തമ്മിൽ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. പിന്നീട് ഈ പോസ്റ്റ് വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇവരുടെ ഈ ആരോപണം പല ഓൺലൈൻ മാധ്യമങ്ങളും വാർത്തയാക്കുകയും ചെയ്തു. ലൈംഗിക പീഡനം നടത്തി എന്ന തരത്തിലാണ് പല വാർത്തകളും പ്രചരിച്ചത്. അതിനെ തുടർന്ന് രേവതി തന്നെ ലൈവ് വരികയും ചെയ്തു. ഞാൻ സ്നേഹദാരിദ്ര്യമുള്ള ഒരാളാണെന്ന് പറഞ്ഞു എന്നാണ് ഈ കുട്ടി പറയുന്നത്. ഈ കുട്ടിയെ ഉപദേശിച്ചു എന്നതാണ് നടൻ ഷിജുവിനെതിരെയുള്ള ആരോപണം. ഇതിനൊന്നും ഒരു തെളിവും ഈ കുട്ടിയുടെ പക്കലില്ല. കേരളത്തിന് പുറത്തു പോലും ഈ വാർത്തകൾ പ്രചരിച്ചു. ഞങ്ങൾക്കും കുടുംബമുണ്ട്, ഈ വാർത്തകൾ അവരെയും ബാധിക്കും. എന്തിന് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചു എന്ന് അറിയില്ല. തുടർന്നുള്ള ഷോകളിൽ ഈ കുട്ടിയെ വിളിക്കാത്തതാണോ ഈ കുട്ടിയുടെ പ്രശ്നം എന്ന് ഞാൻ സംശയിക്കുന്നു. അല്ലാതെ മറ്റൊരു കാരണവും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇനി അഥവാ ഞാൻ അവരെ മാനസികമായി പീഡിപ്പിച്ചതിന് തെളിവുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടയിലാണ് അവരുടെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന ഒരു കമന്റ് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ചൈനയിലെ വെയ്ഫാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കവേ സഹപാഠിയായ ഒരു പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ പകർത്തിയതിന് ഈ കുട്ടി പുറത്താക്കപ്പെട്ടു എന്നാണ്. എന്നാൽ ആ കമന്റിൽ നൽകിയിരിക്കുന്ന ചിത്രത്തിൽ യാതൊരുവിധ സീലുകളോ മറ്റ് ആധികാരികത ഉറപ്പുവരുത്തുന്ന കാര്യങ്ങളോ ഇല്ല. അത് ചുവടുപിടിച്ച് ഞാൻ ചൈനയിലെ വെയ്ഫാങ് യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിച്ചു. ഈ കുട്ടിക്കെതിരെ 4 തവണ യൂണിവേഴ്സിറ്റി നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിൽ 4ാമത്തെ പരാതിയിന്മേലാണ് ഈ കുട്ടി പുറത്താക്കപ്പെടുന്നത്. സഹപാഠിയായ വിദ്യാർത്ഥിനിയുടെ നഗ്ന വീഡിയോ ഈ കുട്ടി പകർത്തുകയും അത് ആ പെൺകുട്ടി കാണുകയും ചെയ്തു. തുടർന്നാണ് പരാതി നൽകിയത്. തുടർന്ന് പരാതി നൽകിയ ആ പെൺകുട്ടിയുടെ കുടുംബത്തെയും ഞാൻ വിളിച്ചിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് 8 മാസത്തോളം മാനസികമായി തളർന്നുപോയ അവസ്ഥയിലായിരുന്നു ആ പെൺകുട്ടി എന്ന് അറിയാനും സാധിച്ചു. ഇതുകൂടാതെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന 30 വിദ്യാർത്ഥികൾ നൽകിയ ഒരു മാസ് പെറ്റീഷനുമുണ്ട് രേവതിയുടെ പേര്.